വിഷയം ആഗ്രഹം, അതായത് അഭിവാഞ്ച എന്ന വിഷയത്തെക്കുറിച്ച് അല്പം ചില കാര്യങ്ങൾ പ്രസ്താവിപ്പാൻ തക്കൊണ്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. എൻ്റെ വിഷയം ആഗ്രഹം അല്ലെങ്കിൽ അഭിവാഞ്ച. നമുക്കറിയാം, നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. ആഗ്രഹമില്ലാത്തവരാരുമില്ല. ആഗ്രഹം രണ്ട് വിധത്തിലുണ്ട്. ഒന്ന് ഭൗമികമായിരിക്കുന്ന ശാരീരികമായിരിക്കുന്ന ആഗ്രഹമുണ്ട്, മറ്റൊന്ന് ആത്മീയമായിരിക്കുന്ന ആഗ്രഹമുണ്ട്. രണ്ട് വിധത്തിലുള്ളതായിരിക്കുന്ന ആഗ്രഹം ഏവരുടെയും ജീവിതത്തിലുണ്ട്. എന്നാൽ ഭൗമികവും ശാരീരികമായിരിക്കുന്ന ആഗ്രഹത്തെക്കുറിച്ച് ഞാൻ എന്തെങ്കിലും പറയുവാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ആത്മീയമായിരിക്കുന്ന ആഗ്രഹങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായിരിക്കുന്ന ചില ആഗ്രഹങ്ങൾ, ബൈബിൾ രേഖപ്പെടുത്തിയിരിക്കുന്നതായിരിക്കുന്ന ചില ആഗ്രഹങ്ങൾ, നമുക്ക് അത്യാവശ്യമായിരിക്കുന്ന ചില ആഗ്രഹങ്ങൾ, അതിനെക്കുറിച്ച് ചില 3-4 വേദഭാഗങ്ങൾ വായിച്ചുകൊണ്ട് അതിൽ നിന്നും ചില കാര്യങ്ങൾ ചിന്തിക്കുവാൻ തക്കവണ്ണമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് ആഗ്രഹമുണ്ടോ? പ്രത്യേകിച്ച് ആഗ്രഹം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യൂട്യൂബിലെ മെസ്സേജ് കേൾക്കുന്നതിലോ വാട്സപ്പിൽ മെസ്സേജ് കേൾക്കുന്നതിലോ സൂം മീറ്റിംഗ് അറ്റൻഡ് ആകുന്നതോ അല്ലെങ്കിൽ ഓപ്പൺ എയർ മീറ്റിംഗ് നടത്തുന്നതോ ഇതൊന്നുമല്ല ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ദൈവവചന പഠനത്തിനുള്ള ആഗ്രഹം നമ്മുടെ ജീവിതത്തിലുണ്ടോ? അത് വളരെ കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആഗ്രഹം നമ്മുടെ ജീവിതത്തിൽ കുറഞ്ഞു വരുന്നുവെങ്കിൽ അതിന് ചില കാരണങ്ങൾ കാണും. എന്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ആഗ്രഹമില്ല? ഒരുപക്ഷെങ്കിൽ നിങ്ങൾ എൻ്റെ മുൻപിൽ ഈ വാക്ക് കേൾക്കുമ്പോൾ ഒരുപക്ഷെങ്കിൽ ചിന്തിക്കും, അതെ, എനിക്ക് ആഗ്രഹമുണ്ട്, എനിക്ക് സമയമില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാനൊരു കാര്യം പറയാം. കോവിഡിൻ്റെ സമയത്ത് നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ട്, പോലീസുകാർ ഒരുത്തരെ പോലും വീട്ടിൽ നിന്ന് വെളിപ്പെടുത്തില്ലായിരുന്നു. സ്കൂൾ നിർത്തി, കോളേജ് നിർത്തി, കട നിർത്തി, പിന്നെ ബിസിനസ് നിർത്തി, പിന്നെ ചർച്ച് പോലും നിർത്തി. നമ്മൾ എവിടെയാണ് ആ സമയത്ത്? നമ്മൾ വീട്ടിലാണ്. പോലീസ് കാവല. ആരെങ്കിലും സ്കൂട്ടിയുമായിട്ട് എടുത്ത് വെളിയിൽ പോയി കഴിഞ്ഞാൽ അവരെ ചോദ്യം ചെയ്യും, നിങ്ങൾ വീട്ടിൽ നിന്ന് പോകരുത്. അപ്പോൾ 24 മണിക്കൂർ നമ്മൾ വീട്ടിനുള്ളിലിരിക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ആർക്കെങ്കിലും 1 മണിക്കൂർ ദൈവവചനം പഠിക്കുവാൻ തൊക്കെ കഴിഞ്ഞിട്ടുണ്ടോ? ആരെങ്കിലും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലത് തന്നെ. പക്ഷേ എൻ്റെയും ജീവിതത്തിൽ 1 മണിക്കൂർ ആ സമയത്തും ദൈവവചനം വായിക്കുവാൻ തൊക്കെ കഴിഞ്ഞിട്ടില്ല. കാരണം എന്ത്? ആഗ്രഹം ഇല്ല. വചന പഠനത്തിനായിട്ട് നമുക്ക് ആഗ്രഹമില്ല. മെസ്സേജ് കേൾക്കുവാൻ തക്ക ആഗ്രഹമുണ്ട്. സാധാരണ പറയുമല്ലോ, 4 ഓണമാണ് ഉള്ളതെന്ന്. വന്നോണം, ഇരുന്നോണം, തിന്നോണം, പൊക്കോണം. നമുക്കെല്ലാവർക്കും 4 ഓണമാണ്. എന്താ? വന്നോണം, ഇരുന്നോണം, തിന്നോണം, പൊക്കോണം. ദൈവവചന പഠനത്തിനായിട്ടുള്ള ഒരു ആഗ്രഹം ഇന്ന് നമ്മുടെ ജീവിതത്തിൽ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിന് കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ആഗ്രഹമില്ല. ആഗ്രഹമില്ലാത്തതിന് കാരണം എന്തുവാ? നമ്മൾ 1 നേരം, 2 നേരം, 3 നേരം നമ്മൾ ആഹാരം കഴിച്ചില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഡോക്ടറെ അടുത്ത് പോകുമോ ഇല്ലയോ? നമ്മൾ ഡോക്ടറെ അടുത്ത് പോകും. നമ്മുടെ കുഞ്ഞുങ്ങൾ 2 നേരം ആഹാരം കഴിച്ചില്ലെങ്കിൽ നമ്മൾ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകുമോ ഇല്ലയോ? ഡോക്ടറെ അടുത്ത് പോകും. അപ്പോൾ നമുക്ക് വിശപ്പില്ലെന്നുണ്ടെങ്കിൽ, നമുക്ക് ആഗ്രഹം ഇല്ലെന്നുണ്ടെങ്കിൽ എന്താ നമ്മൾ ചെയ്യേണ്ടത്? നമ്മൾ ഡോക്ടറെ അടുത്തേക്ക് പോകണം. ഒരിക്കലും ഒരു സായിപ്പ് ഒരിടത്ത്, സാധാരണ പണ്ട് കൺവെൻഷൻ സമയത്ത് മിക്കവാറും ഏത് കൺവെൻഷനിലും ഒരു സായിപ്പ് മിക്കവാറും കാണും. സായിപ്പ് ഒരു പ്രാവശ്യം ഇങ്ങനെ മേശയ്ക്ക് ചുറ്റും ഇരുന്ന് ആഹാരത്തിനായിട്ട് സ്തോത്രം ചെയ്യാനായിട്ട് പറഞ്ഞപ്പോൾ ആ സായിപ്പാണ് സ്തോത്രം ചെയ്തത്. അപ്പോൾ ആ സായിപ്പ് സ്തോത്രം ചെയ്തപ്പോൾ ഇങ്ങനെ പറഞ്ഞു, കർത്താവെ, ഞങ്ങൾക്ക് തന്ന വിശപ്പിനായി സ്തോത്രം, ആമീൻ. എല്ലാവർക്കും ആശ്ചര്യം തോന്നി. ഇതെന്താ ഇങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്? കർത്താവെ, സ്തോത്രം ചെയ്ത് ആഹാരത്തിനായി സ്തോത്രം ചെയ്തു, വാഴ്ച എനിക്ക് തരുന്നത്, ഭക്ഷിച്ച് ബലപ്പെട്ട് അങ്ങനെ സ്തുതിക്കാൻ മാത്രം സഹായിക്കണേ, ഇത് ഭക്ഷിച്ച് ബലപ്പെട്ട് അങ്ങോട്ട് നാമമേക്കായി ജീവി. ഈ രീതിയിലാണ് നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നത്. അത് തെറ്റെന്ന് ഞാൻ പറയുന്നില്ല. എന്നാൽ സായിപ്പ് പ്രാർത്ഥിച്ച വിഷയം, കർത്താവെ, ഞങ്ങൾക്ക് തന്ന വിശപ്പിനായി അങ്ങേക്ക് സ്തോത്രം, നന്ദി, ഇത്രമാത്രം പ്രാർത്ഥിച്ചു. അപ്പോൾ എല്ലാവർക്കും ഒരു സംശയമാണ്, ഇന്ന് ഈ സായിപ്പിനോട് എങ്ങനെ ഇംഗ്ലീഷ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ആളിനെ പിടിച്ചു. ഈ ഒന്ന് ചോദിക്കുന്ന സായിപ്പിനോട് എന്താ ഇങ്ങനെ പ്രാർത്ഥിച്ചത്? അപ്പോൾ സായിപ്പ് പറഞ്ഞു, നിങ്ങൾ ബാക്കി എല്ലാം പറഞ്ഞിട്ടുണ്ടല്ലോ, സ്തോത്രം ചെയ്യുന്ന ആഹാരത്തിന് എന്തിനാണ് സ്തോത്രം ചെയ്യുന്നത്? വിഷാംശങ്ങളൊന്നും ഉണ്ടാകരുത്, പിന്നെ ഒരിക്കൽ കരങ്ങളെ അനുഗ്രഹിക്കണം, അല്ലെങ്കിൽ ഇനി നാളെ വരുമ്പോൾ നിങ്ങൾക്ക് കിട്ടാതെ വരും, പിന്നെ നാമമഹിമയ്ക്കായിട്ട് ജീവിക്കണം, അത് ആവശ്യമാണ്. എന്നാൽ ഇതെല്ലാം ഉണ്ട്, നിനക്ക് വിശപ്പ് തന്ന ആരാ? നിനക്ക് വിശപ്പില്ലായിരുന്നുണ്ടെങ്കിൽ ഈ ആഹാരം കൊണ്ട് വലിയ പ്രയോജനം ഉണ്ടായിരുന്നു. അപ്പോൾ നിനക്ക് വിശപ്പ് തന്നത് ആരാ? ദൈവമാണ്. അപ്പം ദൈവത്തിന് ഒരു വാക്ക് നന്ദി പറയണോ വേണ്ടായോ? ഞാൻ ഇത് പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവവചനം, ആത്മീയ ആഹാരം ഇന്ന് നമ്മുടെ മുൻപാകെ ഉണ്ട്. എല്ലാവരും നമ്മുടെ ഭാഷയിലുണ്ട്, നമുക്ക് അതിനുള്ള പുസ്തകങ്ങളും ഉണ്ട്, വായിക്കുവാനും പഠിക്കുവാനും എല്ലാ സാഹചര്യങ്ങളും നമുക്ക് തന്നിട്ടുണ്ട്. എന്നാൽ വചനം പഠനത്തിനായിട്ട് നമുക്ക് ആഗ്രഹമില്ലെന്നുണ്ടെങ്കിൽ ആ വചന പഠനത്തിനായിട്ട് ഒരു വിശപ്പ് നമുക്ക് ആവശ്യമായിരിക്കുന്നു. വിശപ്പില്ല.
വചന പഠനത്തിൻ്റെ കാര്യം ഞാൻ വീണ്ടും ഓർപ്പിക്കുകയാണ്. ബാക്കിയുള്ള കാര്യങ്ങളല്ല. നമ്മൾ ഒരു പക്ഷേ എല്ലാ ദിവസവും മീറ്റിങ്ങിലും ഒക്കെ നമ്മൾ പോകുന്നുണ്ടായിരിക്കാം. ബൈബിൾ സ്റ്റഡി, ദൈവവചന പഠനം, ഏകാന്തതയിൽ ഇരുന്നുകൊണ്ട് ഒരു സ്ഥാനത്തിരുന്നുകൊണ്ട് ദൈവവചനം പഠിക്കുക, ധ്യാനിക്കുക. അതിനായിട്ട് നാം അല്പസമയം നമ്മൾ വേർതിരിക്കുന്നില്ല എങ്കിൽ ആ ആത്മീയ ആഹാരം കഴിക്കാനുള്ള ആഗ്രഹം നമുക്കില്ല. ആഗ്രഹമില്ല എന്നുണ്ടെങ്കിൽ അതിന് കാരണം എന്തുവാ? അതിന് വിശപ്പില്ലാത്തതിൻ്റെ കാരണം എന്തുവാ? നമ്മൾ രോഗിയാണ്. ഏത് രോഗമാണ് നമുക്ക് പിടിച്ചിരിക്കുന്നത്? ആത്മീയമായിട്ട് നാം ദൈവത്തിൽ നിന്നും അകന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. നാം ഒരു ആത്മീയ രീതിയിൽ നാം എല്ലാവരും രോഗികളാണ്. സമ്മതിച്ചാൽ മതിയാകുകയുള്ളൂ. ശാരീരികമായ രോഗത്തിൽ എല്ലാവരും പറയാം, എനിക്ക് എല്ലാവർക്കും അസുഖമാണ്, ഇവിടെ ഉള്ള എല്ലാവർക്കും അസുഖമാണ്. ആരോട് ചോദിച്ചു കഴിഞ്ഞാലും എന്തെങ്കിലുമൊക്കെ അസുഖം ഉണ്ടെന്ന് പറയും. ശരിയാണ്, ആ കാര്യമല്ല ഞാൻ പറയുന്നത്. ശാരീരികമായിരിക്കുന്ന ആരോഗ്യത്തെക്കുറിച്ചല്ല, ആത്മീയമായിട്ട് പേരെ ഞാനൊരു കാര്യം പറയുകയാണ്. ദൈവവചന പഠനത്തിനായിട്ട് നാം അല്പസമയം ദൈവസന്നിധിയിൽ ഏകാന്തമായി ഇരുന്ന് വേർതിരിച്ച് നാം പഠിക്കേണ്ടത് ആവശ്യമാണ്. ഇനി നമുക്ക് നമ്മുടെ ഭാഗത്തേക്ക് നമുക്ക് കടന്നു വരാം. ചില അഭിവാഞ്ചകൾ 119 സങ്കീർത്തനത്തിലേക്ക് നമുക്ക് കടന്നു വരാം. 119 സങ്കീർത്തനം അതിൻ്റെ 174 വാക്യം. മതി. യഹോവേ, ഞാൻ നിന്റെ രക്ഷയ്ക്കായി വാഞ്ചിക്കുന്നു. ഒരു വാഞ്ച. എന്തിനാണ് ഈ വാഞ്ച? നാം എല്ലാവരും രക്ഷിക്കപ്പെട്ട് ഈ വാഞ്ച അനുഭവിച്ചവരാണ്. ഒരു ദിവസം നാം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് ഈ വാഞ്ച നാം കരസ്ഥമാക്കിയവരാണ്. അതുകൊണ്ട് ഞാൻ ആ വിഷയത്തിലേക്ക് ഞാൻ കൂടുതലായിട്ട് കടന്നു പോകുന്നില്ല. എന്നാൽ രക്ഷയുടെ ഒരു വാഞ്ച നമുക്കുണ്ടായി. അതിനായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. നാം എല്ലാവരും ഈ വാഞ്ച നാം അനുഭവിച്ച് രക്ഷയുടെ അനുഭവത്തിലേക്ക് ഇവിടെ നാം ഓരോരുത്തരും കടന്ന് ഇവിടെ ഇരിക്കുന്നവരായതുകൊണ്ട് ഞാൻ ആ ഭാഗത്തെക്കുറിച്ച് എന്തെങ്കിലും പറയുവാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വന്ന നമ്മുടെ ജീവിതത്തിൽ ഇനിയും ചില അഭിവാഞ്ചകളുണ്ട്. അതിലേക്ക് നമുക്ക് കടന്നു വരാം. 1 പത്രോസ് 2-ാം അധ്യായം എൻ്റെ 2-ാം വാക്യം. 1 പത്രോസ് 2-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യം. ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പീൻ. രക്ഷിക്കപ്പെട്ടു, നമ്മൾ എവിടെ പോകാൻ റെഡിയായി? സ്വർഗത്തിന്. എന്നാൽ ഇവിടെ പറയുന്നത് രക്ഷിക്കപ്പെട്ടതിന് ശേഷം നമുക്ക് ലഭിക്കുന്നതായിരിക്കുന്ന കാലയളവ് 40 വർഷവും 50 വർഷവും 60 വർഷവും. ഈ കാലയളവിൽ ദൈവം നമ്മിൽ നിന്നും ചില കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഒന്നാമതായിട്ട് ഒരു അഭിവാഞ്ച എന്താണ്? ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പീൻ. രക്ഷയോടുള്ള ബന്ധത്തിൽ രക്ഷയുടേതായിരിക്കുന്ന ആത്മീയ സന്തോഷം പുതുക്കുവാൻ, ആത്മീയ സന്തോഷം നമ്മുടെ ജീവിതത്തിൽ വർദ്ധിക്കുവാൻ, നമുക്ക് ഒരു സമാധാനവും നിത്യമായിരിക്കുന്ന സമാധാനവും സന്തോഷത്തോടു കൂടി നമുക്ക് മുൻപോട്ട് പോകുവാൻ തക്കോണം രക്ഷയ്ക്കായി വളരേണ്ടത് ആവശ്യമാണ്. രക്ഷയ്ക്കായി വളരുവാൻ തക്കോണം ആവശ്യമായിരിക്കുന്ന ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്തുവാ? ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ. എന്തിനാണ് ഇപ്പോൾ ജനിച്ച ശിശുക്കൾ എന്ന് പറഞ്ഞിരിക്കുന്നത്? ശിശുക്കൾ എന്ന് പറഞ്ഞാൽ പോരായിരുന്നു? നമുക്കറിയാമല്ലോ, പ്രത്യേകിച്ച് സഹോദരിമാർ ഇവിടെ ഇരിക്കുന്നു. ഒരു രണ്ട് മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ ഇപ്പോൾ ജനിച്ച ശിശുക്കളുടെ പാൽ ആ കുഞ്ഞുങ്ങൾ കിട്ടുന്നുണ്ടോ? കുറവാ. എവിടാ പോകുന്നത്? മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് ഏത് പാലാണ് വാങ്ങിക്കുന്നത്? മറ്റുള്ള പാലുകൾ വാങ്ങിച്ചാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത്. എന്നാൽ ഇപ്പോൾ ജനിച്ച ശിശുക്കളെന്ന് അവിടെ പറയാൻ കാരണം, ജനിച്ച ശിശുക്കൾക്ക് നീ ഏത് പാല് കൊടുക്കുന്നോ ആ പാല് നിങ്ങൾ കുടിക്കണം. അതായത് മിശ്രിതമില്ലാത്ത, ഒരു കലർച്ചയുമില്ലാത്തതായിരിക്കുന്ന, യാതൊരുവിധമായിരിക്കുന്ന മിക്സ് ഇല്ലാതെ കണ്ട് ഒറിജിനൽ പാല് നിങ്ങൾ കുടിക്കണം. ഒറിജിനൽ പാല് കുടിക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ജനിച്ച ശിശുക്കൾക്ക് ഏത് പാല് കിട്ടുന്നു? അത് ഏത് പാലാ? അമ്മയുടെ പാലാണ്. അമ്മയുടെ പാല് അത് ഒറിജിനൽ പാലാണ്. ആ ഒറിജിനൽ പാല് കുടിച്ചെങ്കിൽ മാത്രമേ കുഞ്ഞുങ്ങൾ ശരിയായ രീതിയിൽ വളർന്നു വരികയുള്ളൂ. എന്ന് പറഞ്ഞതുപോലെ നാം എന്ത് ചെയ്യണം? ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കുവാൻ ഈ വചനമെന്ന മായമില്ലാത്ത പാൽ നമ്മൾ കുടിച്ചുകൊണ്ടിരിക്കണം.
ഇത് വളരെ അത്യാവശ്യമാണ് കേട്ടോ. നമുക്ക് വളരേണ്ടത് ആവശ്യമാണ്. ഒന്നാമത്തെ വാഞ്ച ഒരു വിശ്വാസിയുടെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ ആദ്യത്തെ അഭിവാഞ്ച എന്ന് പറയുന്നത്, ആദ്യത്തെ ആഗ്രഹം എന്ന് പറഞ്ഞത് ഈ രക്ഷയ്ക്കായി വളരുവാൻ എന്ന് പറയുമ്പോൾ ആ രക്ഷയുടെ സന്തോഷം നമ്മുടെ ജീവിതത്തിൽ അധികമായിട്ട് നമുക്ക് അനുഭവിക്കുവാൻ തക്കോണം നാം എന്ത് ചെയ്യണം? ഈ വചനം നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. അതെ, നരഭോജികളെ നരസ്നേഹികളാക്കി തീർക്കുന്ന വചനമാണ് നമ്മുടെ വചനം. പണ്ടൊരിക്കൽ ഒരു വനാന്തരത്തിൽ ഒരു സൈഡിൽ ഒരു സ്വാമി ഈ പഴഞ്ചൻ പുസ്തകം ഇരുന്ന് വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരുവൻ അതുവഴി വന്നിട്ട് ചോദിച്ചു, നീ എന്തിനാ ഈ പഴഞ്ചൻ പുസ്തകം, ഈ ചുമന്ന ഈ പുസ്തകം എടുത്തോണ്ട് നീ ഇവിടെ ഇരിക്കുന്നതിന് ഉദ്ദേശം എന്തുവാ? ഇത് പഴഞ്ചൻ പുസ്തകമല്ലേ? ഇപ്പോൾ ആ വ്യക്തി പറഞ്ഞു, സഹോദരാ, ഞാൻ ഈ പഴഞ്ചൻ പുസ്തകവുമായിട്ട് പരിചയപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ അവിടെ നോക്ക് എന്തുമാത്രം എല്ല് കിടക്കുന്നു എന്നുള്ളത്. ഞാൻ രാക്ഷസനായിരുന്നു. ഞാൻ ഈ റോഡിൽ കൂടി വരുന്ന ആൾക്കാരെ കൊന്ന് ഞാൻ അതിൻ്റെ ഇറച്ചി തിന്നിട്ട് എറിയുന്ന സ്ഥലമായിരുന്നു ഇത്. ഞാൻ ആ വ്യക്തിയായിരുന്നു. ഈ പഴയ പുസ്തകം നീ പറഞ്ഞല്ലോ, ഈ പുസ്തകത്തുമായിട്ട് ഞാൻ പരിചയപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ നിന്റെ ഇറച്ചിയുണ്ടല്ലോ, നിന്റെ മാംസം ഈ കലത്തിൽ ഇരുന്ന് വേകുമായിരുന്നു. പ്രിയരേ, ഈ വചനം നമ്മെ ഇത്രമാത്രം സന്തോഷഭരിതമാക്കി തീർത്തു. ഈ സന്തോഷം നാം പഠിക്കണം. അത് മാത്രമല്ല ഇവിടെ പറയുന്നത്, ഈ വചനം അത് മിശ്രിതമാകാൻ പാടില്ല. അനേക അബദ്ധ ഉപദേശങ്ങൾ ഇന്ന് വന്നു കടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഈ അടുത്തിടയിലും ഗേറ്റ് വേ ചർച്ച് എന്ന് പറഞ്ഞ് ചില അബദ്ധോപദേശങ്ങളൊക്കെ പ്രചരിപ്പിക്കുവാൻ നമ്മുടെ ചില വിശ്വാസികളും അതിനോട് പോകുവാൻ ഒക്കെ ഇടയായിട്ടുണ്ട്. ഇത് വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അധികം നാളുകൾ മുൻപോട്ട് പോകുന്തോറും അബദ്ധ ഉപദേശങ്ങൾ, ദുരുപദേശങ്ങൾ ഇന്ന് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ ഒരു കാര്യം, അതായത് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെയുള്ളതായിരിക്കുന്ന പാൽ കുടിക്കണം. എന്ന് വരെയാണ് ഈ പാൽ കുടിക്കേണ്ടത്? എബ്രായർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിലേക്ക് നമുക്ക് കടന്നു വരാം. എബ്രായർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 12 മുതൽ കാലം നോക്കിയാൽ ഇപ്പോൾ ഉപദാശകന്മാരായിരിക്കുന്ന നിങ്ങൾക്ക് ദൈവത്തിന്റെ അരുളപ്പാടുകളുടെ ആദ്യ പാഠങ്ങളെ തന്നെ വീണ്ടും ഉപദേശിച്ച് തരുവാൻ ആവശ്യമായിരിക്കുന്നു. കട്ടിയുള്ള ആഹാരമല്ല പാലത്ര നിങ്ങൾക്ക് ആവശ്യമെന്ന്, കട്ടിയുള്ള ആഹാരമല്ല പാലത്ര നിങ്ങൾക്ക് ആവശ്യമെന്ന് വന്നിരിക്കുന്നു. അങ്ങനെ ഒരു അവസ്ഥ വന്നിരിക്കുന്നു. ഈ പാൽ എത്ര നാൾ കുടിക്കണമെന്നാ പറയുന്നേ? നമ്മൾ രക്ഷിക്കപ്പെട്ട് 40 വർഷം ആയതിനു ശേഷവും നമ്മുടെ മമ്മി ബോട്ടിലിനകത്ത് പാൽ കൊണ്ടുവന്ന് നിപ്പിൾ വെച്ച് നമ്മൾ കുടിപ്പിച്ച് കഴിഞ്ഞാൽ എന്തോ തോന്നും? ആ അവസ്ഥയായ നമ്മളീ പാൽ കുടിച്ചുകൊണ്ടിരിക്കുക. എത്ര വർഷമായി രക്ഷിക്കപ്പെട്ട്? എത്ര വർഷമായി? 30 വർഷം, 40 വർഷം, 50 വർഷമായി. ഇപ്പോഴും നമ്മൾ എന്താ കുടിച്ചുകൊണ്ടിരിക്കുന്നത്? ആ പാൽ, ബോട്ടിലിനകത്ത് പാൽ കുടിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ വളരുന്നില്ല. ഇവിടെ പറയുന്നത് എന്താണ്? 13-ാം വാക്യത്തിൽ, പാൽ കുടിക്കുന്നവൻ എല്ലാ നീതിയുടെ വചനത്തിൽ പരിചയമില്ലാത്തവൻ അത്രേ, അവൻ ശിശുവല്ലോ. അപ്പോൾ നമുക്ക് ഈ പാല് കുടിച്ച് വളരുമ്പോൾ തന്നെ ഈ മാതാക്കളുണ്ടല്ലോ പാൽ നിർത്തുന്ന ഒരു അവസരം, ചില ഔഷധിയൊക്കെ പുരട്ടിയതിന് ശേഷം കുഞ്ഞ് കുടിക്കാതിരിക്കാൻ വേണ്ടി, ഓക്കാനിക്കാൻ വേണ്ടി. എന്തിനാ? ആ പാല് കുടിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ കട്ടിയുള്ള ആഹാരം കുഞ്ഞ് കഴിക്കത്തില്ല. അപ്പോൾ അതിനുവേണ്ടി നിർത്താൻ വേണ്ടി അങ്ങനെയുള്ളതായിരിക്കും ചില ടെക്നിക്ക് മാതാക്കൾ ചെയ്യും. കാരണം പാല് കുടിച്ച് മുമ്പോട്ട് പോകുകയല്ല, പാലിന് ശേഷം നമ്മുടെ ജീവിതത്തിൽ കട്ടിയായിട്ടുള്ള ആഹാരം കഴിച്ച് നമ്മൾ വളരേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, പാൽ കുടിക്കുന്നവൻ എല്ലാ നീതിയുടെ വചനത്തിൽ പരിചയമില്ലാത്തവൻ അത്രേ, അവൻ ശിശു അത്രേ. അതിന് 14-ാം വാക്യത്തില്, കട്ടിയുള്ള ആഹാരം നന്മതിന്മകളെ തിരിച്ചറിയുവാൻ തഴക്കത്തിൽ അഭ്യസിച്ച ഇന്ദ്രിയങ്ങളുള്ളവരായി പ്രായം തികഞ്ഞവർക്കേ പറ്റുകയുള്ളൂ. പ്രിയരെ, നാം ഈ പാൽ കുടിക്കുക എന്ന് പറയുമ്പോൾ അത് ശിശുക്കൾക്ക് കൊടുത്ത ആ അവസ്ഥയിൽ തന്നെ ആ യാതൊരു വിധമായിരിക്കുന്ന മിശ്രിതമില്ലാതെ കണ്ട് മിക്സ്ഡ് അല്ലാത്തതായിരിക്കുന്ന പാൽ നമ്മൾ കുടിക്കണം. പാൽ കുടിച്ചതിന് ശേഷം അത് മാത്രം പോരാ, കട്ടിയായുള്ള ആഹാരം. ഇന്ന് പലർക്കും ദാനിയേലിൻ്റെ പുസ്തകവും ഈ പറഞ്ഞ വെളിപ്പാട് പുസ്തകമൊക്കെ ഇന്ന് ആർക്കും ദഹിക്കത്തില്ല, മനസ്സിലാകുന്നില്ല. നമ്മളിപ്പോൾ ബൈബിൾ സ്റ്റഡി കേട്ട് കഴിയുമ്പോഴാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാകുന്നത്. അല്ലെങ്കിൽ ഈ വെളിപ്പാട് എന്ന് പറയുന്നത്, അത് ഒരു പുസ്തകം, അത് ആർക്കറിയാം? ഇതൊക്കെ ദാനിയേലിന്റെ പുസ്തകം ആർക്കറിയാം? എസെക്കിയേൽ, യെരമ്യായൊക്കെ ആർക്കറിയാം? ഇതൊന്നും നമ്മൾ വേണ്ട. നമുക്ക് ഏത് മതി? സങ്കീർത്തനം. അതിലും ചോദിച്ചു കഴിഞ്ഞാൽ 23-ാം അധ്യായം. ഇതൊക്കെ നമുക്ക് മതി. എന്നാൽ
ശിശുക്കളായ അവസ്ഥയിൽ നാം മുൻപോട്ട് തുടരുകയല്ല, പിന്നെ ശിശുക്കളുടെ അവസ്ഥയിൽ നിന്നും കട്ടിയായുള്ള ആഹാരം നാം കഴിച്ച് മുൻപോട്ട് പോകേണ്ടത് ആവശ്യമാണ്. അതിനുള്ള ബന്ധത്തിൽ ഒരു വേദഭാഗം കൂടി വായിച്ചുകൊണ്ട് മുൻപോട്ട് പോകാം. 1 കൊരിന്ത്യർ 3-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെ ഉള്ളത്. എന്നാൽ സഹോദരന്മാരെ, നിങ്ങളോട് എനിക്ക് ആത്മീയന്മാരോട് എന്ന പോലെ അല്ല, ജഡിയന്മാരോട് എന്ന പോലെ, ക്രിസ്തുവിൽ ശിശുക്കളായവരോട് എന്ന പോലെ അത്രേ സംസാരിപ്പാൻ കഴിഞ്ഞുള്ളൂ. ഭക്ഷണമല്ല, പാലത്രേ ഞാൻ നിങ്ങൾക്ക് തന്നത്. ഭക്ഷിപ്പാൻ നിങ്ങൾക്ക് കഴിവില്ലായിരുന്നു, ഇപ്പോഴും കഴിവായിട്ടില്ല. ഇന്നും നിങ്ങൾ ജഡീകന്മാരല്ലോ. കാരണം എന്താണെന്നറിയാമോ? എങ്ങനെ അത് അറിയുന്നത്? ശിശുക്കളും പിന്നെ ഇപ്പോഴും ശിശുക്കളാണോ ഇല്ലയോ എന്നുള്ളത് അതിന് 3-ാം വാക്യത്തിൽ പറയുന്നത്, നിങ്ങളുടെ ഇടയിൽ ഈർഷ്യയും പിണക്കവും ഇരിക്കെ നിങ്ങൾ ജഡികന്മാരും ശേഷം മനുഷ്യരെ പോലെ നടക്കുന്നവരല്ലയോ. പ്രിയരെ, നമുക്ക് ഈ ഒരു അഭിവാഞ്ച നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. എന്തഭിവാഞ്ച? ദൈവവചന പഠനം. നമുക്ക് ആത്മീയമായിട്ട് മുൻപോട്ട് പോകേണ്ടത് ആവശ്യമാണ്. അതിൽ യാതൊരു വിധമായിരിക്കുന്ന കൂട്ടുകെട്ടും അതിനകത്ത് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഒന്നാമത് വേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വചനത്തിനായിട്ടുള്ള ഒരു അഭിവാഞ്ച. ഒന്നാമത്തെ അഭിവാഞ്ച വചനത്തിനായിട്ടുള്ള അഭിവാഞ്ച. രണ്ടാമത്തേത് നമുക്ക് സങ്കീർത്തനം 84-ാം അധ്യായത്തിലേക്ക് നമുക്ക് കടന്നു വരാം. അതിന്റെ 2-ാം വാക്യം, പ്രാകാരങ്ങളെ വാഞ്ചിച്ച് മോഹിച്ചു പോകുന്നു, എന്റെ ഹൃദയവും എന്റെ മാംസവും ജീവനുള്ള ദൈവത്തെ നോക്കി ഘോഷിക്കുന്നു. എന്റെ ഉള്ള യഹോവയുടെ പ്രാകാരങ്ങളെ വാഞ്ചിച്ചു മോഹിച്ചു പോകുന്നു. വാഞ്ചിക്കുക മാത്രമല്ല, അത് അല്പം കൂടെ ഗ്രേഡ് കൂട്ടിയായി തരികയാണ്. എന്താ എഴുതിയിരിക്കുന്നത്? വാഞ്ചിച്ചു മോഹിച്ചു പോകുന്നു. അർത്ഥം പക്ഷങ്ങൾ ഒന്നായിരിക്കാം, എന്നാൽ അതിൻ്റെ ആ ഡിഗ്രി സ്വല്പം കൂട്ടി എഴുതിയിരിക്കുകയാണ്. എൻ്റെ ഉള്ളം യഹോവയുടെ പ്രാകാരങ്ങളെ വാഞ്ചിച്ചു മോഹിച്ചു പോകുന്നു, എൻ്റെ ഹൃദയവും എൻ്റെ മാംസവും ജീവനുള്ള ദൈവത്തെ നോക്കി ഘോഷിക്കുന്നു. ഇപ്രകാരം കോരവപുത്രന്മാർ പാടണമെന്നുണ്ടെങ്കിൽ അതിനൊരു കാരണമുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. എങ്കിൽ ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ ആ ഭാഗം കൂടെ വായിച്ചുകൊണ്ട് മുൻപോട്ട് പോകാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്തുകൊണ്ടാണ് കോരവപുത്രന്മാർക്ക് ഈ യഹോവയുടെ പ്രാകാരം എന്ന് പറഞ്ഞാൽ എന്താ? ഇത് രസഗുള വല്ലതും ആണോ? തിന്നാൻ കൊള്ളാവുന്നതാണോ? ലഡുവാണോ? ഇത് ഒന്നുമല്ലല്ലോ. ഒരു മധുരവും ഇല്ല. പ്രാകാരം എന്ന് പറഞ്ഞാൽ എന്താ ഉള്ളത്? ചെറിയൊരു സ്ഥലമാണ്. ഈ സ്ഥലത്തോട് കോരവപുത്രന്മാർക്ക് ഇത്രമാത്രം ഈ വാഞ്ചിച്ചു മോഹിച്ചു പോകുന്നു എന്ന് പറയണമെന്നുണ്ടെങ്കിൽ, അങ്ങനെ ഒരു പാട്ട് പാടുവാൻ തനിക്കൊരു പ്രേരണ ലഭിച്ചുവെങ്കിൽ, നാം ഇന്ന് ഈ സങ്കീർത്തനം വായിച്ച് അനുഗ്രഹം പ്രാപിക്കുന്നുവെങ്കിൽ അതിൻ്റെ പിന്നിലൊരു കഥയുണ്ട്. അത് സംഖ്യാപുസ്തകത്തിലേക്ക് നമുക്ക് കടന്നു വരാം. സംഖ്യാപുസ്തകം 16-ാം അധ്യായം 31-32. അവന് വാക്കുകളെല്ലാം പറഞ്ഞു തീർന്നപ്പോൾ അവരുടെ കീഴെ ഭൂമി പിളർന്നു, ഭൂമി വായ് തുറന്നു, അവരെയും അവരുടെ കുടുംബങ്ങളെയും കോരഹിനോട് ചേർന്നിട്ടുള്ള എല്ലാവരെയും അവരുടെ സർവ്വസമ്പത്തിനെയും വിഴുങ്ങിക്കളഞ്ഞു. ഭൂമി വായ് പിളർന്ന് കോരഹിൻ്റെ കുടുംബത്തിലുള്ളവർ, കോര പുത്രന്മാർ ഒഴിച്ച് മറ്റുള്ള കുടുംബാംഗങ്ങളെല്ലാം എന്ത് ചെയ്തു? ഭൂമി വായ് പിളർന്ന് വിഴുങ്ങുന്നു. ശവപ്പെട്ടിയുടെ ആവശ്യം വന്നില്ല. നേരെ ഒരു ഭൂമി അങ്ങോട്ട് പിളർന്ന് ദൈവം തന്നെ പിളർന്നിട്ട് എല്ലാവരും അതിനകത്താക്കി. അതിനുശേഷം അഗ്നി കൊണ്ട് 250 പേരെ കൊല്ലുകയും ചെയ്തു. ഇതിനുശേഷം 26-ാം അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ, അതേ സംഖ്യാപുസ്തകം 26-ാം അധ്യായത്തിൽ അതിൻ്റെ 10-11, ഭൂമി വായ് തുറന്ന് അവരെയും കോരഹിനെയും വിഴുങ്ങിക്കളയുകയും തീ 250 പേരെ ദഹിപ്പിക്കുകയും ചെയ്ത സമയം ആ കൂട്ടം മരിച്ചു, അവരൊരു അടയാളമായി തീർന്നു. 11-ാം വാക്യം, എന്നാൽ കോരഹിന്റെ പുത്രന്മാർ മരിച്ചില്ല. കോരഹപുത്രന്മാർ കണ്ടു, ഭൂമി വായ് പിളർന്നത് കണ്ടു, തൻ്റെ പിതാക്കന്മാർ, തൻ്റെ ബന്ധുക്കൾ, തൻ്റെ കുടുംബത്തിലുള്ളവർ എല്ലാവരും നശിച്ചു പോകുന്നത് കണ്ടു, തൻ്റെ പ്രിയപ്പെട്ടവർ 250 പേരെ തീ കൊണ്ട് നശിപ്പിക്കുന്നത് കണ്ടു. എന്നാൽ അവിടെ പറയുന്നത് എന്താണ്? കോരഹിന്റെ പുത്രന്മാർ മരിച്ചില്ല. ആ ഒരു ജനം കർത്താവായ ദൈവത്തിൽ വിശ്വസിച്ചതുകൊണ്ട്, യാഗപീഠത്തിൽ വിശ്വസിച്ചതുകൊണ്ട്, യാഗപീഠത്തിന്റെ കൊമ്പിനെ പിടിച്ചതുകൊണ്ട് അവർക്ക് രക്ഷ ലഭിച്ചു. അതുകൊണ്ട് അവർ പാടുകയാണ്, എന്നെ രക്ഷിച്ച ഞാൻ മരണത്തെ കണ്ടു, ഞാനും മരണവുമായിട്ട് അല്പ അകലം മാത്രമേ ഉള്ളായിരുന്നു. എന്നെ കണ്ടുകൊണ്ട് കണ്ട് എൻ്റെ പിതാക്കന്മാരെ മരിച്ചു പോകുന്നത്.
അവർ അയ്യം വിളിച്ചുകൊണ്ട്, കരഞ്ഞ് വിളിച്ചുകൊണ്ട്, നിലവിളിച്ചുകൊണ്ട് കടന്നു പോകുന്ന രംഗം ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. എന്നാൽ ഞാൻ എൻ്റെ ദൈവത്തെ പിറുപിറുത്തില്ല. എൻ്റെ പിതാക്കന്മാർ എൻ്റെ ദൈവത്തെ പിറുപിറുത്തു. എൻ്റെ പിതാക്കന്മാർ എൻ്റെ ദൈവത്തിന് വിരോധമായി സംസാരിച്ചു. മോശയ്ക്കും അഹരോന് വിരോധമായി സംസാരിച്ചു. ഞാനോ എൻ്റെ ദൈവത്തിൽ ആശ്രയിച്ചു. ഞാൻ ആ യാഗപീഠത്തിലേക്ക് കടന്നു വന്നിട്ട് എൻ്റെ ബന്ധുക്കളെ പോലും ഞാൻ കാണാൻ പോയില്ല. ഞാൻ അവിടെ ഓടി വരികയാണ്. എൻ്റെ യാഗപീഠത്തിൻ്റെ കൊമ്പുകളെ പിടിച്ചു, എനിക്ക് രക്ഷ ലഭിച്ചു. അതുകൊണ്ട് പറയാണ്, എന്താണ് പറയുന്നത്? ഈ പ്രാകാരത്തെ ഞാൻ വാഞ്ചിച്ച് മോഹിച്ചു പോയി എന്ന് പറഞ്ഞാൽ, രണ്ടാമത്തെ വാഞ്ച നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് ആരാധന. നാമും ആ കോരപുത്രന്മാരെ പോലെ അല്ലേ? ഇന്ന് ഈ ഇവിടെ നോക്കുക, എത്രയോ പേര് ഇന്ന് നാശത്തിൽ ജീവിച്ച് മുന്നോട്ട് പോകുമ്പോൾ ആ കോരപുത്രന്മാരെ പോലെ ദൈവം നമ്മെ വിളിച്ച് വേർതിരിച്ചത് ഈ സ്ഥാനത്തേക്ക്, പരിശുദ്ധാലയത്തിലേക്ക് കൊണ്ടുവരുവാൻ കഴിഞ്ഞുവെങ്കിൽ നാം എന്താണ് പറയേണ്ടത്? ഈ ആലയത്തിലേക്ക് കടന്നു വന്ന് ദൈവത്തെ ആരാധിക്കണം. കോരപുത്രന്മാർ അത് മറന്നില്ല. തന്നെ രക്ഷിച്ച് ദൈവത്തെ മറന്നില്ല. ദൈവത്തിനായിട്ട് തങ്ങളുടെ ജീവിതത്തെ സമർപ്പിച്ചു. രണ്ടാമത്തെ അഭിവാഞ്ച ആരാധന. ആദ്യത്തെ അഭിവാഞ്ച നാം എന്താണ് ചിന്തിച്ചത്? വചനത്തിനായിട്ടുള്ള ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പീൻ എന്നുള്ള വാഞ്ച ഒന്നാമതൊരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. രണ്ടാമത്തേത് ആരാധനയ്ക്കായിട്ട് കോരപുത്രന്മാർ തങ്ങളുടെ ഭവനമെല്ലാം വിട്ട്, തൻ്റെ പിതാക്കന്മാർ ഇനി അവർ മരിച്ചു പോയല്ലോ, ഇനി അവരുടെ സമ്പത്തിൻ്റെ പുറകെ പോവുകയല്ല ചെയ്തത്, യാഗപീഠത്തിലേക്ക് പ്രാകാരത്തിലെങ്കിലോ ഓടി വന്ന് തന്നെ രക്ഷിച്ച ദൈവത്തെ സ്തുതിക്കുന്ന ഒരു സമയമാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. രണ്ടാമത്തേത്. മൂന്നാമത്തെ ഭാഗത്തിലേക്ക് നമുക്ക് കടന്നു വരാം. റോമർ 10-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം. റോമർ 10-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം. സഹോദരന്മാരെ, അവർ രക്ഷിക്കപ്പെടണം എന്ന് തന്നെ എൻ്റെ ഹൃദയവാഞ്ചയും അവർക്ക് വേണ്ടി ദൈവത്തോടുള്ള യാചനയും ആകുന്നു. നമ്മൾ രക്ഷിക്കപ്പെട്ടു. നമ്മൾ ശിശുക്കളെ പോലെ മായമില്ലാത്ത പാൽ കുടിച്ച് നാം വളരുന്നു. മാത്രമല്ല, നാം സത്യത്തിൽ ആത്മാവിലും ദൈവത്തെ ആരാധിക്കുന്ന ഒരു കൂട്ടമായിട്ട് നാം തീർന്നു. അതുകൊണ്ട് ഫുൾ സ്റ്റോപ്പ് ഇടരുത്. ഇന്ന് അനേകർ അവിടെ ഫുൾ സ്റ്റോപ്പ് ഇട്ടിരിക്കുകയാണ്. പ്രിയ സഹോദരൻ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ മേൽ വലിയൊരു ഉത്തരവാദിത്വം ദൈവം തന്നിട്ടുണ്ട്. സഭയായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. വ്യക്തിപരമായിട്ട് നമുക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇന്ന് ഒരു കണക്കിൽ ഞാൻ പറയുമ്പോൾ വളരെ വളരെ ഗൗരവത്തോടു കൂടി പറയുകയാണ്, നമ്മുടെ മഞ്ഞാടി സഭയിൽ കൂടി ആ വിധത്തുള്ളതായിരിക്കുന്ന ചില കാര്യങ്ങൾ ചെയ്യുവാൻ തക്കണം ദൈവം നമ്മെ പ്രാഗൽപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നല്ലോ. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇവിടെ എന്താണ് പറയുന്നത്? മറ്റുള്ളവർക്കായുള്ള അഭിവാഞ്ച, മറ്റുള്ളവർക്കായിട്ടുള്ള അഭിവാഞ്ച. ഞാൻ രക്ഷിക്കപ്പെട്ടു, ഞാൻ സ്വർഗത്തിൽ പോകും, മറ്റുള്ളവരുടെ കാര്യം എങ്ങനെയും ആയിക്കോട്ടെ, അതല്ല പൗലോസ് പറയുന്നത്. പൗലോസ് പറയുന്നത് എന്താണ്? 1-ാം വാക്യത്തിൽ, സഹോദരന്മാരെ അവർ രക്ഷിക്കപ്പെടണം. ആര്? മറ്റുള്ളവർ. ആര്? പാപികളായിരിക്കുന്നവർ. ആര്? ഇസ്രായേൽ ദൈവത്തിന് വിരുദ്ധമായി ജീവിക്കുന്നവർ. ഇവനെ വേണ്ട, ബർബാസിനെ മതിയെന്ന് അലക്കെ കരഞ്ഞതായിരിക്കുന്ന, നിലവിളിച്ചതായിരിക്കുന്ന ആ ജനതയുടെ മനംമാറ്റത്തിന് വേണ്ടി ആ ഒരു വലിയൊരു മാറ്റം വേണമെന്നുള്ള ആ ഒരു ആഗ്രഹത്തോടുകൂടി അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് പറയാണ്, സഹോദരന്മാരെ, ഇവിടം കൊണ്ട് നാം നിർത്തുവാൻ പാടില്ല. നമ്മൾ രക്ഷിക്കപ്പെട്ടു, നമ്മൾ വചനം പഠിക്കുന്നു, നാം ആരാധനയ്ക്ക് കൂടി വരുന്നു. അവിടെ നാം ഫുൾ സ്റ്റോപ്പ് ഇടുകയല്ല അനേകർ ചെയ്യുന്ന പോലെ. അവിടുന്ന് ഒരു കോമായിട്ട് വേണം മുമ്പോട്ട് പോകണം. അതാണ് ഇവിടെ കാണുന്നത്. സഹോദരന്മാരെ നമ്മോട് പറയുകയാണ്, മഞ്ഞാടി സഭയിലുള്ള പ്രിയ വിശ്വാസികളോട് പറയുകയാണ്, സഹോദരന്മാരെ അവർ രക്ഷിക്കപ്പെടണം. ആര്? നമ്മുടെ ചുറ്റുപാടുള്ള അനേകരുണ്ട്. ഈ മഞ്ഞാടി സ്ഥലത്ത് അല്ലെങ്കിൽ ഈ ഭാഗത്തുള്ളതായിരിക്കുന്ന അനേക പ്രിയപ്പെട്ടവർ ദൈവത്തെ അറിയാത്തവരായിട്ടുള്ളവരുണ്ട്. അവരെന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? അവർ രക്ഷിക്കപ്പെടണമെന്ന് തന്നെ ഹൃദയവാഞ്ചെന്ന് വേറെ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഞാൻ ഇത്രയും ഈ ഭാഗങ്ങളും എല്ലാം വാഞ്ചെന്നേ പറഞ്ഞിട്ടുള്ളൂ. വാഞ്ചിച്ച് മോഹിച്ചു പോകുന്നത് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇവിടെ എന്താ പറഞ്ഞു? പദം ഉപയോഗിച്ചിരിക്കുന്നത് ശ്രദ്ധിച്ചോ? ഇതെൻ്റെ ഹൃദയത്തിൻ്റെ അന്തർഭാഗത്തെ വാഞ്ചയാണ്. ഇതൊരു വാഞ്ച നമുക്കുണ്ടായിരിക്കും. ഈ ഹൃദയവാഞ്ച നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. പ്രിയരെ, സൈമൺ സാർ ഒരു പാട്ട് പാടിയുള്ള സമയമായല്ലോ. ഒരു പാട്ട്, ആകലങ്ങൾക്കിടയിൽ നീ ആകുലയായി കിടന്നാലും നാഗനാഥൻ കടാക്ഷിക്കും നിന്റെ. എന്താണ് അതിൻ്റെ അർത്ഥം? ആ കലങ്ങൾക്കിടയിൽ, സഹോദരിമാരുടെ കാര്യമാണ് പറയുന്നത്, കലങ്ങളുടെ ഇടയിൽ, അത് അടുക്കളയിൽ ജോലി ചെയ്യുക, അടുക്കളയിൽ ജോലി ചെയ്യുന്ന സഹോദരിമാരോട് പറയാണ്, നീ ആകുലയാണ്. എന്തിനാ ആകുല? അച്ചായൻ പോയിട്ടുണ്ട് പരസ്യയോഗത്തിന്. 10 പേരും പറഞ്ഞിട്ടുണ്ട്, റാഹേലമ്മയോട്, ഹാരിയോട് പറഞ്ഞിട്ടുണ്ട്, 10 പേരും റാഹേലെ 10 പേർക്ക് ആഹാരം ഉണ്ടാക്കണം. ആകുലമുണ്ടോ ഇല്ലയോ? ഇനി എന്താ ഉണ്ടാക്കുന്നത്? എന്നാൽ അങ്ങനെ പറയാ, ആ സ്ഥാനത്ത്
ആ സഹോദരി അവിടെ ഇരുന്നുകൊണ്ട് ആ കാര്യങ്ങൾ ചെയ്യുക മാത്രമല്ല, കടന്നുപോയ 10 പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു സഹോദരി കൂടിയായിരുന്നു. അതുകൊണ്ടാണ് പറയുന്നത്, നാഗനാഥൻ കടാക്ഷിക്കും, നിന്നെ ദൈവം സഹായിക്കും, ദൈവം നിന്നെ അനുഗ്രഹിക്കും. പ്രിയരെ, അഥവാ നാം ഓപ്പൺ എയർ മീറ്റിങ്ങിന് പോയില്ല, നാം നമ്മുടെ ഭവനത്തിലിരിക്കുകയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, എത്ര പേർക്ക് ആ പോയ സഹോദരിമാരെ കുറിച്ച് നമുക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയും? മുട്ടിന്മേൽ നിൽക്കുവാൻ നമുക്ക് കഴിയുമോ? കഴിയണം. അതാണ് സഹോദരന്മാരെ, അവർ രക്ഷിക്കപ്പെടണം എന്നുള്ളത് എൻ്റെ ഹൃദയവാഞ്ച ആയിരിക്കണം. ഗലാത്യർക്ക് ലേഖനം അത് എടുക്കണ്ട. ഗലാത്യർക്ക് ലേഖനം 4-ാം അധ്യായത്തിൽ 19-ൽ ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുവോളം എന്താ ചെയ്യാം? പൗലോസിന് എങ്ങനെ പ്രസവത്തിനെ കുറിച്ച് അറിയാവുന്നത്? അത് ഈ വാക്യത്തിന് പേര് പലരും പറയാറുണ്ട്, പൗലോസ് കല്യാണം കഴിച്ചതാണ്. എന്നാൽ നമ്മൾ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്, ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുവോളം ഞാൻ പ്രസവ വേദനപ്പെടുന്നു എന്ന് പറഞ്ഞാൽ, ഒരു വ്യക്തി രക്ഷിക്കപ്പെട്ട് മുൻപോട്ട് വരുന്നത് വരെ ആ ഒരു വേദന തനിക്കുണ്ടാകും. പ്രസവവേദനയുടെ ഏറ്റവും വലിയ വേദന പണ്ട് പറഞ്ഞിട്ട്, ഇപ്പം അതൊന്നുമില്ല. ഇപ്പം വേറെ ടെക്നിക്കൽ കൊണ്ടല്ലോ വേദന ഇല്ലാതെ ഉണ്ട്. എന്നാൽ അന്നുണ്ടായിരുന്നത് എന്തായിരുന്നു? ഏറ്റവും വലിയ വേദനയാണ് പ്രസവ വേദന. പൗലോസ് പറയുന്നത്, ആ വേദനയിൽ കൂടി ആ വേദന ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുവരെ ഒരുവൻ ക്രിസ്തുവിൽ ഉരുവാകും. ഞാൻ അടുത്ത ഭാഗത്തേക്ക് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ തിരിക്കുകയാണ്. 2 കൊരിന്ത്യർ ലാസ്റ്റ് 2 കൊരിന്ത്യർ 5-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യം. ഒന്ന്, നാം ചിന്തിച്ചു രക്ഷയ്ക്കായിട്ടുള്ള അഭിവാഞ്ച, രണ്ടാമത് വചനത്തിനായിട്ടുള്ളത്, മൂന്നാമത് ആരാധനയ്ക്കായിട്ടുള്ളത്, 4-ാമത് മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള അഭിവാഞ്ച. ഇനി ഇവിടെ കാണുന്നത് 5-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം. വേറൊരു അഭിവാഞ്ച. ഇത് നമുക്ക് ആർക്കും ഇല്ലാത്തതാണ്. ഇതെന്താ പറഞ്ഞിരിക്കുന്നത്? സ്വർഗീയമായ ഞങ്ങളുടെ പാർപ്പിടം അതിന്മീതെ ധരിപ്പാൻ വാഞ്ചിക്കുന്നു. ദൈവസന്നിധിയിലേക്ക് കടന്നു പോകാൻ ഗുണം, ദൈവവുമായിട്ടുള്ള ഒരു ബന്ധത്തിൽ നമുക്ക് ഈ ലോകത്തിൽ നിന്ന് നമ്മൾ പോകേണ്ടവരാണെന്നുള്ള ഒരു ഭാരവും ചിന്ത നമുക്കില്ല. നമ്മൾ ഈ മണ്ണിൽ തന്നെ ജീവിക്കണമെന്നാണ്. നമുക്കിവിടെ തന്നെ ഒരു സ്വർഗീയമായിരിക്കുന്ന ഒരു പാർപ്പിടം ഉണ്ടെന്നോ ആ പാർപ്പിടത്തെക്കുറിച്ചൊരു വാഞ്ചയുണ്ടോ? നമുക്ക് വളരെ കുറവാണ്. നമ്മൾ പാട്ട് വേണേൽ പാടിക്കഴിഞ്ഞാൽ അതിനകത്തൊക്കെ ഒത്തിരി എഴുതിയിട്ടുണ്ട് പോകണമെന്നുള്ളത്. എന്നാൽ വാസ്തവത്തിൽ നാം ഈ മണ്ണിനോട് ചേർന്ന് ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നവരാണ്. പണ്ട് ഒരു കഥയോട് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുകയാണ്. പണ്ട് 90 വയസ്സുള്ളൊരു അമ്മച്ചി ഉണ്ടായിരുന്നു. അമ്മച്ചി നോക്കുവാൻ തക്കണം 15 വയസ്സ് പ്രായമുള്ള ഒരു കൊച്ചുമോള്, മോൻ്റെ മോള്. ആ കൊച്ചുമോളാണ് ഈ അമ്മച്ചിയെ നോക്കിക്കൊണ്ടിരുന്നത്. ഒരാഴ്ചയായിട്ട് ഈ അമ്മച്ചി ഭയങ്കര വിഷാദവും ദുഃഖവും പ്രയാസവും ഒക്കെ. ഈ കൊച്ചുമോളി ചോദിച്ചു, അമ്മച്ചി എന്താ ഈ ഒരാഴ്ചയായാലും വളരെ ദുഃഖമാണല്ലോ, മുഖത്ത് നോക്കിയിട്ട് ഒരു പ്രസാദമില്ലല്ലോ. ആ മോളെ, എനിക്ക് ഒരാഴ്ചയായിട്ട് ഇച്ചിരി ദുഃഖവും പ്രയാസമൊക്കെ ആയി. എന്തോ അമ്മച്ചി പറ എന്നോട്. മോനെ, മോള് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്നെ ആര് നോക്കും? ആരാ പറയുന്നേ? 90 വയസ്സുള്ള അമ്മച്ചി പറയാണ് അവൾക്ക് ഒരു ചെറിയൊരു നിരാശ, ദുഃഖം. എന്താണെന്ന് ചോദിച്ചാൽ, കൊച്ചുമോൾ 15 വയസ്സുള്ള കൊച്ചുമോൾ മരിച്ചു കഴിഞ്ഞാൽ എന്നെ ആയിരുന്നു. ഇത് നമ്മുടെ ഓരോരുത്തരും സ്ഥിതി ഇത് തന്നെ. നമുക്ക് എങ്ങനെങ്കിലും ജീവിക്കണം ഈ ലോകത്തിൽ. എന്നാൽ പ്രിയരെ, ദൈവം നമുക്ക് തരുന്ന ആയുസ് ഈ ലോകത്തിൽ ജീവിക്കണം. എന്നാൽ അതിന് നമ്മൾ കണക്ക് കൊടുക്കേണ്ടവരാണ്. നമ്മൾ ഈ ലോകത്തിൽ ഒരു ദിവസം ജീവിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ദിവസത്തിൽ ഞാൻ എന്ത് ചെയ്തു എൻ്റെ കർത്താവിന് വേണ്ടി, എൻ്റെ കർത്താവ് എന്നെ ഏൽപ്പിച്ചതായിരിക്കുന്ന ഈ ഒരു ദിവസത്തിൽ നാം എന്ത് ചെയ്തു എന്നുള്ളത് നാം കണക്ക് കൊടുക്കേണ്ടതായാൽ ഓരോ ദിവസത്തിലും നാം ദൈവനാമമഹിമയ്ക്കായിട്ട് ജീവിക്കണം. മാത്രമല്ല, ഒരു വാഞ്ച നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. മണ്ണിൽ നിന്നും വീണ്ടിലേക്ക് പോകുന്ന ഒരു വാഞ്ച. ഈ പാപമായിരിക്കുന്ന ലോകത്തിൽ നിന്നും സ്വർഗീയമായിരിക്കുന്ന പാർപ്പിടത്തിലേക്ക്, ആ സ്വർഗീയമായിരിക്കുന്ന പാർപ്പിടം ധരിക്കുവാൻ വേണ്ടി നമുക്കൊരു വാഞ്ച നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഉപ്പ് ചാക്കാണ്ടല്ലോ, പണ്ടത്തെ കല്ലുപ്പ്. അതിൻ്റെ ആ ഉപ്പെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ചാക്ക് എടുത്ത് കളയും. നമ്മുടെ ശരീരം ആ ഉപ്പ് ചാക്കിന് സമമാണ്. ഇതിനകത്തൊരു സാധനമുണ്ട്, അതാണ് പ്രാണനും ആത്മാവും. ഈ പ്രാണനും ആത്മാവും പോയി കഴിയുമ്പോൾ ഒരു സ്വർഗീയമായിരിക്കുന്ന ഒരു ശരീരം നമുക്ക് ലഭിക്കുവാൻ പോവുകയാണ്. അതിനൊരു വാഞ്ച നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഈ കാര്യങ്ങൾ പ്രിയരെ നമ്മുടെ മുൻപോട്ടുള്ള ജീവിതത്തിൽ നമുക്ക് ആവശ്യമായിരിക്കുന്നു. ഒന്ന്, രക്ഷയ്ക്കായിട്ടുള്ള വാഞ്ച. അത് നമ്മുടെ ജീവിതത്തിൽ എല്ലാവരുടെയും ജീവിതത്തിൽ ആ രക്ഷയുടെ അനുഭവത്തിലേക്ക് നാം കടന്നു വന്നവരായിട്ടുണ്ട്. അത് നമുക്ക് അവിടെ നമ്മൾ മനസ്സിലാക്കാം. രണ്ടാമതായിട്ട് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ വചനത്തിനായിട്ടുള്ളതായിരിക്കുന്ന ഒരു അഭിവാഞ്ച. മൂന്നാമതായിട്ട് ആരാധനയ്ക്കായിട്ടുള്ള ഒരു അഭിവാഞ്ച. നാലാമതായിട്ട് മറ്റുള്ളവരെ രക്ഷയിലേക്ക് നടത്തുവാൻ തക്കോണം നാം
മാത്രം നാം ചെയ്യേണ്ട കാര്യങ്ങളൊക്കെയും ചെയ്യേണ്ടതാണ്. ഈ സമയത്ത് പ്രിയ സഹോദരൻ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ സഹോദരന്മാർ ഓപ്പൺ എയർ മീറ്റിങ്ങിൽ പരസ്യോധനമൊക്കെ കടന്നു പോകുന്നു. വളരെ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വസ്തുതയാണ്. ദൈവം തീർച്ചയായിട്ടും എന്നുള്ളതായിരിക്കും നമുക്ക് പുരസ്കാരം തരും, അതിന് യാതൊരു സംശയമില്ല. അതെ, മറ്റുള്ളവരെ എങ്ങനെ നമുക്ക് നേടാൻ കഴിയും? നമുക്ക് നമ്മുടെ ആ രക്ഷയ്ക്ക് നേടുക എന്നുള്ളതല്ല, അവരോട് വിവരം പറയുക എന്നുള്ളതാണ്. അതിനായിട്ട് ദൈവം വരുന്ന ദിവസങ്ങളിൽ നമ്മെ സഹായിക്കട്ടെ. അതിന് അടുത്തതായിട്ട് സ്വർഗീയമായിരിക്കുന്ന ഒരു പാർപ്പിടത്തിനായിട്ടുള്ള ഒരു വാഞ്ച, മണ്ണിനോടല്ല വിണ്ണിനോടുള്ളതായിരിക്കുന്ന ഒരു വാഞ്ച നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഈ വിഷയങ്ങൾ മുൻപോട്ടുള്ളതായിരിക്കും നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് പ്രയോജനപ്പെടട്ടെ. ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവം നാം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.